മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ വലിയ പ്രത്യേകതയുള്ള ഒരാളാണ് ചിത്രാംഗത. അർജുനൻ്റെ ഭാര്യമാരിലൊരാൾ. മഹാഭാരതത്തിലെ അർജുന വനവാസ പർവ്വത്തിലാണ് ചിത്രാംഗതയുടെ കഥയുള്ളത്. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരനും ദ്രൗപദിക്കും പാർക്കുന്ന വീട്ടിലേക്ക് ശപഥം തെറ്റിച്ച് കടന്നു ചെല്ലേണ്ട സാഹചര്യം അർജുനനുണ്ടാകുന്നു. തുടർന്ന് ശപഥത്തിൽ പറഞ്ഞ പ്രകാരം അർജുനന് 12 വർഷം ഇന്ദ്രപ്രസ്ഥം വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരുന്നു. ഇക്കാലയളവിൽ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിലേക്കും പുണ്യതീർത്ഥങ്ങളിലേക്കുമൊക്കെ അർജുനൻ യാത്ര നടത്തുകയാണ്. ഇത്തരമൊരു യാത്രയിൽ അദ്ദേഹം മണിപുരം എന്ന സ്ഥലത്തെത്തി. ചിത്രവാഹനൻ എന്ന രാജാവായിരുന്നു അന്ന് മണിപുരം ഭരിച്ചിരുന്നത്. മണിപുരത്ത് മറ്റു പല രാജ്യങ്ങളിലെന്നതുപോലെ രാജാവിൽ നിന്ന് ആൺമക്കളിലേക്കാണ് അധികാരം കൈമാറപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ചിത്രവാഹന രാജാവിന് ആൺമക്കളില്ലായിരുന്നു. ചിത്രാംഗത എന്ന പുത്രിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു യോദ്ധാവായാണ് ചിത്രവാഹനൻ ചിത്രാംഗതയെ വളർത്തിയത്. അസ്ത്രവിദ്യയും വാൾപ്പയറ്റും കുതിരയോട്ടവും എല്ലാം അറിയാമായിരുന്ന ചിത്രാംഗത വേട്ടയിലും മറ്റ് സാഹസികതകളിലും നിപുണയായിരുന്നു. മണിപുരത്തിൻ്റെ സൈന്യാധിപയും ചിത്രാംഗതയായിരുന്നു. പുരുഷവേഷം കെട്ടിയാണ് ചിത്രാംഗത നടന്നിരുന്നത്. ആടയാഭരണങ്ങൾ അണിയാനോ ചമയങ്ങൾ കൊണ്ട് ശരീരത്തെ അലങ്കരിക്കാനോ ഒന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അർജുനനെ കണ്ട ചിത്രാംഗതയിൽ പ്രണയം ഒരു മഴ പോലെ പെയ്തിറങ്ങി. അത്രനാളുണ്ടായിരുന്ന യോദ്ധാവിൻ്റെ വേഷം ഉപേക്ഷിച്ച് അലങ്കാര വസ്ത്രങ്ങൾ അണിഞ്ഞു ചിത്രാംഗത. എന്നാൽ അർജുനന് ബാഹ്യ സൗന്ദര്യത്തെക്കാൾ തൻ്റെ ധീരതയിലും കരുത്തിലുമായിരുന്നു ഇഷ്ടം തോന്നിയതെന്ന് വൈകാതെ അവൾ അറിഞ്ഞു. ആയിടയ്ക്കാണ് മണിപുരത്തെ ശത്രുക്കൾ ആക്രമിച്ചത്. അവരോട് ചിത്രാംഗത നടത്തിയ ചെറുത്തുനിൽപ്പ് അർജുനൻ്റെ പ്രശംസയ്ക്കിടയാക്കി. ചിത്രവാഹനനോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അർജുനൻ അഭ്യർത്ഥിച്ചു. ശക്തിശാലിയും കുരുവംശജാതനുമായ അർജുനനെ തൻ്റെ മരുമകനാക്കുന്നതിൽ ചിത്രവാഹന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു ഉടമ്പടി ആ പിതാവ് മുന്നോട്ട് വച്ചു. ചിത്രാംഗതയിൽ അർജുനന് പിറക്കുന്ന ആൺകുട്ടി മണിപുരത്ത് തന്നെ കഴിയണം, അല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ ചിത്രവാഹനന് പിൻഗാമികളില്ലാത്ത അവസ്ഥ വരും. ഇതു സംബന്ധിച്ച ചിത്രവാഹനൻ വിവാഹം നടത്തി. 3 വർഷം മണിപുരത്ത് താമസിച്ച ശേഷം അർജുനൻ മടങ്ങി. ഇതിനിടെ ഗർഭം ധരിച്ച ചിത്രാംഗത ബഭ്രുവാഹനൻ എന്ന കുട്ടിയെ പ്രസവിച്ചു. പിൽക്കാലത്ത് ചിത്രാംഗത ആ കുട്ടിയെ വളർത്തി വലുതാക്കി അസ്ത്രശസ്ത്ര വിദ്യകൾ അഭ്യസിപ്പിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം പാണ്ഡവർ ഹസ്തിനപുരത്തിൽ അധികാരത്തിലെത്തുകയും യുധിഷ്ഠിരൻ രാജാവാവുകയും ചെയ്തു. അദ്ദേഹം അശ്വമേധയാഗത്തിന് തുടക്കമിട്ടു. അർജുനനായിരുന്നു യാഗാശ്വത്തിൻ്റെ സംരക്ഷണ ചുമതല. തടസ്സങ്ങളേതുമില്ലാതെ സഞ്ചരിച്ച യാഗാശ്വത്തെ ഒരു യുവ രാജകുമാരനെതിരിട്ടു. അർജുനൻ ആ രാജകുമാരനുമായി യുദ്ധം തുടങ്ങി. അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ തന്നെ പോലും നിഷ്പ്രഭമാക്കുന്ന ആ രാജകുമാരൻ്റെ പാടവം കണ്ട് അർജുനൻ അതിശയിച്ചു. ആ രാജകുമാരൻ ബഭ്രുവാഹനൻ തന്നെയായിരുന്നു. ഒടുവിൽ രാജകുമാരൻ്റെ അസ്ത്രമേറ്റ് അർജുനൻ നിലത്ത് വീഴുന്നു. ഈ വിവരമറിഞ്ഞ് പടക്കളത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ചിത്രാംഗത എത്തി. എന്നാൽ അർജുനൻ്റെ മറ്റൊരു ഭാര്യയായ ഉലൂബി നാഗമണി എന്ന അത്ഭുതരത്നത്താൽ അർജുനനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ബഭ്രുവാഹനൻ തൻ്റെ മകനാണെന്ന് അർജുനനും അർജുനൻ തൻ്റെ പിതാവാണെന്ന് ബഭ്രുവാഹനനും അറിയുന്നത് അപ്പോഴാണ്. പിൽക്കാലത്ത് ചിത്രാംഗത ഹസ്തിനപുരത്തിൽ ഭർത്താവിനരികിലേക്ക് മടങ്ങിയെന്നാണ് കഥ.